ഹായ് ഓൾ. അങ്ങനെ ഇന്നലെ നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തു. എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പലർക്കും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മാർക്കല്ല, ഇത്ര മാർക്കല്ല ഞാൻ പ്രതീക്ഷിച്ചത്, ഇതിലും കൂടുതൽ വേണമായിരുന്നു എന്ന് തോന്നിയവർക്കാണ് ഈ വീഡിയോ. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് റീവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടിനി അതുപോലെ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി ഇതിനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അതായത് റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ പുനർമൂല്യ നിർണ്ണയം, സ്ക്രൂട്ടിനി സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി. അപ്പോൾ എന്താണ് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, അത് തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയില്ല. അപ്പോൾ റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ പുതുതായിട്ട് വേറൊരു സർ അല്ലെങ്കിൽ വേറൊരു ടീച്ചർ നിങ്ങളുടെ പേപ്പർ ചെക്ക് ചെയ്യുന്നു, വീണ്ടും മാർക്ക് ഇടുന്നു, അതാണ് സംഭവിക്കുന്നത്. സ്ക്രൂട്ടിനിയിൽ വരുന്നത് ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ ലഭിച്ച മാർക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ പേപ്പർ ഒന്നുകൂടി മാർക്കൊക്കെ ഒന്നുകൂടി കൂട്ടി നോക്കുന്നു, ഇതാണ് സംഭവിക്കുക. പിന്നെ ഫോട്ടോ കോപ്പി എന്ന് പറയുമ്പോൾ ഫോട്ടോ കോപ്പി നിങ്ങളുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അഡ്രസ്സ്, നിങ്ങൾ കൊടുത്ത അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ കൂടുതലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് റീവാലുവേഷന് കൊടുക്കുന്നതാണ്. കാരണം നിങ്ങളിപ്പോൾ ഫോട്ടോ കോപ്പി കൊടുക്കുകയാണെങ്കിലും ഫോട്ടോ കോപ്പി കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആ പേപ്പർ എത്തുന്നു, നിങ്ങളത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് അതിൽ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കും. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഇനിയിപ്പോൾ കൂട്ടി നോക്കി മാർക്ക് കൂടുതലോ മറ്റോ ഉണ്ടെങ്കിലും നിങ്ങൾക്കതൊന്നും ചെയ്യാൻ കഴിയില്ല, വീണ്ടും റീവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടിനി കൊടുക്കണം. സോ നിങ്ങളെപ്പോഴും റീവാലുവേഷൻ കൊടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ റീവാലുവേഷൻ 500 രൂപയാണ്, സ്ക്രൂട്ടിനിക്ക് 100 രൂപയാണ്, അതുപോലെ ഫോട്ടോ കോപ്പി 300 രൂപയാണ് വരുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനാണ് ഇത് വരുന്നത്. അതായത് റീവാലുവേഷൻ ആണെങ്കിൽ ഒരു സബ്ജക്റ്റിന് 500 രൂപ, അപ്പോൾ അങ്ങനെയാണ് ഫീ വരുന്നത്. സോ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് റീവാലുവേഷൻ ആണ്. പറ്റുമെങ്കിൽ റീവാലുവേഷൻ തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് എന്നിട്ടാണ് മാർക്ക് കിട്ടാതിരുന്നത്, അപ്പോൾ അങ്ങനെ ഉറപ്പുള്ളവർക്ക് റീവാലുവേഷൻ കൊടുക്കാം. ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം? അതായത് ഇതിനൊരു ഫോം ഉണ്ട്, ആ ഫോമിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കൂളിൽ, അതായത് സ്കൂളുകളിൽ പ്രിൻസിപ്പലിനെ കൊടുക്കുക. ഓക്കെ, ബാക്കി പ്രിൻസിപ്പൽ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫീ അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പൽ ഫില്ല് ചെയ്യുന്നതായിരിക്കും. ആ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിൽ ബാക്കിയുള്ള നിങ്ങളുടെ ഓരോ ഡീറ്റെയിൽസും അതിൽ കൊടുക്കുകയാണ് വേണ്ടത്. എങ്ങനെ ഫോം ഫില്ല് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ.